രാജീവ് ചന്ദ്രശേഖർ ബി.ജെ.പി. കേരള സംസ്ഥാന അധ്യക്ഷൻ ആയതിന്റെ ക്ഷീണം ബി.ജെ.പിയെ വിട്ടുപോകുന്നില്ല. പ്രതിമാസം 30 ലക്ഷം രൂപ ചെലവിൽ നിന്ന് 2 കോടിയിൽ എത്തിക്കാൻ സാധിച്ചു എന്നത് മാത്രമാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ നേട്ടം. മനം മടുത്ത് പ്രസിഡന്റിനെ മാറ്റാനുള്ള നീക്കമാണ് ഇപ്പോൾ അണിയറയിൽ നടക്കുന്നത്. വ്യവസായി കൂടിയായ രാജീവ് ചന്ദ്രശേഖറിനെ സംസ്ഥാന അധ്യക്ഷനാക്കി നിയമിച്ച് ബി.ജെ.പി. ലക്ഷ്യമിട്ടത് ചിട്ടയോടെയുള്ള പ്രവർത്തനവും ജനങ്ങളിലേക്കുള്ള സ്വീകാര്യതയുമായിരുന്നു. ചുമതല ഏറ്റെടുത്തത് മുതൽ അദ്ദേഹം പിന്തുടർന്നതും ഈ ശൈലിയിലുള്ള പ്രവർത്തനം തന്നെ ആയിരുന്നു. പാർട്ടി ഭാരവാഹികളെ കൊണ്ട് പരമാവധി പണിയെടുപ്പിക്കുക എന്ന രാജീവ് ചന്ദ്രശേഖറിന്റെ ശൈലിക്കെതിരെ പാർട്ടിക്കുള്ളിൽ വിമർശനം ശക്തമാകുന്നുണ്ട്. സംസ്ഥാന അധ്യക്ഷന്റേത് കോർപ്പറേറ്റ് ശൈലിയാണെന്നാണ് പ്രധാന വിമർശനം. ബി.ജെ.പി. ഇൻചാർജുമാരുടെ ഓൺലൈൻ യോഗത്തിലാണ് ഈ വിമർശനം ഉയർന്നത്. മണ്ഡലം പ്രസിഡന്റുമാർക്ക് മേൽ താങ്ങാൻ കഴിയാത്ത അത്രയും പരിപാടികൾ അടിച്ചേൽപ്പിക്കുന്നു എന്നതാണ് പരാതി. കോർപ്പറേറ്റ് കമ്പനി ജീവനക്കാരോട് പെരുമാറുന്നത് പോലെയാണ് നേതൃത്വം ഇടപെടലുകൾ നടത്തുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പിറന്നാളുമായി ബന്ധപ്പെട്ട് 15 ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന പരിപാടിയുമുണ്ട്. ഇതിനൊപ്പമാണ് ശ്രീകൃഷ്ണ ജയന്തി അടക്കമുള്ള ആഘോഷങ്ങൾ സംഘടിപ്പിക്കുന്നത്. ചുരുക്കത്തിൽ നിലത്തു നിൽക്കാൻ സമയമില്ലാത്ത അവസ്ഥയാണ്. അധിക ജോലി സമ്മർദ്ദം കാരണം മണ്ഡലം പ്രസിഡന്റുമാർ രാജിക്കൊരുങ്ങുകയാണെന്നും ഇൻചാർജുമാർ യോഗത്തിൽ വിമർശിച്ചു. ചന്ദ്രശേഖറിനെ പിന്തുണച്ചത് യോഗത്തിൽ സംസാരിച്ച എം.ടി. രമേശും എസ്. സുരേഷും മാത്രമാണ്. രാജീവ് ചന്ദ്രശേഖറിനെതിരെ കുറച്ച് നാളായി ഉരുണ്ടുകൂടുന്ന അതൃപ്തിയാണ് ഇപ്പോൾ പാർട്ടി യോഗങ്ങളിൽ പുറത്തേക്ക് വരുന്നത്. രാജീവ് ചന്ദ്രശേഖറിന്റെ കഴിവില്ലായ്മ സംസ്ഥാനത്തെ ബി.ജെ.പി. തകർക്കുന്നുവെന്നും കുറ്റപ്പെടുത്തലും നടക്കുന്നുണ്ട്. പിന്നാലെ അടുത്ത വർഷം എത്തുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കുറഞ്ഞത് 10 എം.എൽ.എമാരെയെങ്കിലും വിജയിപ്പിച്ചെടുക്കണം. ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തണമെന്ന് കേന്ദ്ര നേതൃത്വം അറിയിച്ചെങ്കിലും കേരളത്തിലെ ബി.ജെ.പിക്ക് അതിലൊന്നും താല്പര്യമില്ല. നേരത്തെ ക്രൈസ്തവരെ പിണക്കരുതെന്ന നിലപാടിൽ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ നേതൃത്വത്തിൽ ഒരു പറ്റം നേതാക്കന്മാർ കേന്ദ്ര സർക്കാരിനെ തള്ളുമ്പോൾ കേരളത്തിലെ ചില നേതാക്കന്മാർ കന്യാസ്ത്രീകളുടെ അറസ്റ്റിനെ ന്യായീകരിക്കുന്നുമുണ്ട്. ഈ വിഷയം കേരളത്തിലെ ബി.ജെ.പിയെ പിളർത്തുകയാണെന്ന വാർത്തകൾ നേരത്തെ നമ്മൾ ചർച്ച ചെയ്തിരുന്നു. അതിനെ സാധൂകരിക്കുന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്.